ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വമപ്പ, മഹത്വമപ്പ, മഹത്വമപ്പ. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ നല്ല ദിനത്തിൽ എല്ലാവരും കാണുവാനും നിങ്ങളോടൊപ്പമായിരുന്നാലും നമ്മുടെ നമ്മുടെ സഹോദരങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ നമുക്കൊരു പഴയ ഒരു ഗാനത്തിന്റെ ചിലടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടാം. അപ്പോഴേക്ക് അവർ കടന്നു വരട്ടെ. അതിനുശേഷമായി നമുക്ക് നമ്മുടെ കൃത്യത്തിലേക്ക് നമുക്ക് കടക്കാൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആണ്ടവരുടെ രക്ഷകരുമാകി യേശു ക്രിസ്തുവിൻ എനിക്കിട്ട നാമത്തിൽ അല്പൻ വാഴ്ത്തുതലെ ഞാൻ തെരുവിത്ത് കൊള്ളുகிறேன். കർത്തർക്കുள் പ്രിയമാണവர்களே, റോസ് ഫാമിലി FB പേജിലൂടെ സെക്കൻഡ് ആനുവൽ ഡേ ഫംഗ്ഷൻ സെലിബ്രേറ്റ് பண்ணப்படுகிறது. இந்த நாளில் கூட கர்த்தருடைய சமூகத்தில் தேவனாகிய கர்த்தர் உதவி செய்தார். கடந்த ஆண்டு முழுவதும் நம்மை கண்மணி போல பாதுகாத்தார். இவனுக்கு நன்றி செலுத்துங்கள். இன்றைய தினம் பிரைஸ் தி லார்ட். சந்தோஷத்துடன் மகிழ்ச்சியுடன் தேவனை நாம் தொழுது கொள்வோம். கர்த்தர் உங்கள் அனைவரையும் ஆசீர்வதிப்பாராக. பிரியமானவர்களே, ஒரு மலையாள பாடல், பழைய, அதாவது ஒரு ஓல்டு சாங் நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்துவதற்கு நான் பாட இருக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. എനിക്കും കൃപമതിയേ എൻ പ്രിയനേ, എനിക്കും നിൻ കൃപമതിയേ, എനിക്കും നിൻ കൃപമതിയേ എൻ പ്രിയനേ, എനിക്കും നിൻ കൃപമതിയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കു നിൻ കൃപമതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപമതിയേ, എനിക്കു നിൻ കൃപമതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപമതിയേ. സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇല്ല എന്ന് സിസ്റ്റർ പറയുന്നു. പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. സൗണ്ട് ഇല്ലേ? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കത്തുമില്ലേ? ശബ്ദം ഉണ്ടോ? ശബ്ദം ഇല്ലേ? നമ്മുടെ സാലി സിസ്റ്റർ ശബ്ദം ഇല്ല എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ സഹോദരങ്ങളെ? എന്താ ലിനു സിസ്റ്ററൊക്കെ മിണ്ടാതിരിക്കുന്നേ? ലിനു സിസ്റ്റർ, ഷിനു സിസ്റ്ററൊക്കെ എന്റെ സമയം കളയാതെ ദയവ് ചെയ്ത് എനിക്ക് റിപ്ലൈ കൊടുക്ക്. നിങ്ങളിങ്ങനെ നോക്കിയിരുന്ന എങ്ങനെ വെക്കുന്നേ?
ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എന്താ ചെയ്യുക? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനൊന്ന് കമന്റ് ചെയ്യ എൻ്റെ സഹോദരങ്ങളെ. മലയാളം എഴുതാൻ അറിയാമെങ്കിൽ ഒന്ന് എഴുതിയിട്, അതിനൊന്ന് കാണട്ടെ. അപ്പ ഇപ്പോഴാണ് ഉണ്ടെന്ന് പറയുന്നത്. എൻ്റെ പാട്ട് തെറ്റിച്ചില്ല സിസ്റ്ററെ? ഓക്കെ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. അതിന്റെ അവസാന ചരണം എല്ലാവരും ചേർന്നു, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല, ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലെ ആശ്വാസമായി ദിനവും, മണ്ണിലെ ആശ്വാസമായി, മണ്ണിലെ ആശ്വാസമായി ദിനവും, മണ്ണിലെ ആശ്വാസമായി. എനിക്കു കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കടലിൽ വെച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഹല്ലേലൂയ കർത്താവേ, പ്രത്യേകിച്ച് റോസ് ഫാമിലി FB പേജിന്റെ സെക്കൻഡ് ആനുവൽ ഡേ ഫംഗ്ഷൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹല്ലേലൂയ ഈ നല്ല സുദിനത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പ കഴിഞ്ഞ 2 വർഷം കർത്താവ് ഞങ്ങളെ കാത്ത് സൂക്ഷിച്ചോ പരിപാലിച്ചോ ആ വിധങ്ങളോർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കും. കർത്താവ് ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ചെയ്തെടുക്കേണ്ടുന്ന ശുശ്രൂഷയെ പൊന്നപ്പച്ചൻ മാനിച്ച് കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഓൺലൈൻ ആയിരിക്കുന്നവർക്കായി സ്തോത്രം, കടന്നു വരുവാനുള്ളവർക്കായി സ്തുതിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാട്ട് അടിയനെ പൊടിയോളം താഴ്ത്തും. അടിയങ്ങളുടെ പേജിനെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്നും പ്രാർത്ഥിക്കും. ദൈവ കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ, രക്തത്താൽ കഴുകി മുദ്രണമെന്നും പ്രാർത്ഥിക്കും. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലി FB പേജിന്റെ സെക്കൻഡ് ആനുവൽ ഡേ സെലിബ്രേഷൻ ആണല്ലോ ഇന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ദൈവദാസിദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷകൾ നമുക്ക് നമ്മുടെ പേജിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഒരു നന്ദി പറയേണ്ടുന്ന നല്ല സഹോദരിയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ. ഞാൻ വളരെ പെട്ടെന്ന് കടന്നതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് ഒരു ഷോർട്ട് മെസ്സേജ് കർത്താവിൽ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, കഴിഞ്ഞ 16-ാം തീയതി എനിക്ക് തോന്നുന്നു നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, നെറ്റിന്റെ ഒരു വലിവ് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു, നെറ്റ് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉള്ളതുപോലെ. ഇവിടെ പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്, എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. 16-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച കർത്തദാസി സിസ്റ്റർ ലാലി ദേവസിയ ഫ്രം കൊല്ലം, പ്രിയ കർത്തദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമ്മുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പ്രിയ കർത്തദാസി നൽകിയുണ്ടായി. എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെയും പ്രിയ കർത്തദാസിക്ക് ഞാൻ ആശംസിക്കും, ഞാൻ അറിയിക്കുന്നു. പ്രിയരെ, അതിനുശേഷമായി 17-12 നെറ്റ് പ്രോബ്ലം ഉണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ശരി, ഓക്കെ, അത് പ്രോബ്ലം ഞാൻ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്കത് കേൾക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഞാൻ മാറ്റി ഇടേണ്ടതായിട്ട് വരും. എനിവേ, നോക്കട്ടെ. 17-ാം തീയതി 4:30 മണിയോടുകൂടെ നമ്മുടെ കർത്തദാസി സിസ്റ്റർ മെർലിൻ മോഹന്റെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയും, അതിനുശേഷമായിട്ട് 5 മണിക്ക് കർത്തദാസൻ പാസ്റ്റർ ജോസഫ് ചാക്കോ ഫ്രം കോട്ടയം, പ്രിയ കർത്തദാസന്റെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. അന്ന് ധാരാളം പേർ ഓൺലൈൻ ഉണ്ടായിരുന്നു. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളാണ് ഈ 3 മെസ്സേജും ഉണ്ടായിരുന്നത്. ശേഷമായി 18-ാം തീയതി ഇന്നലെ പ്രിയ കർത്തദാസൻ പാസ്റ്റർ ഇ.ജെ. ശാസ് ഫ്രം രാജസ്ഥാൻ, പ്രിയ കർത്തദാസന്റെയും അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നമ്മുടെ പേജിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും എന്റെയും എൻ്റെ റോസ് ഫാമിലിയുടെ നാമത്തിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. എൻ്റെ വ്യക്തിപരമായും അതായത് എൻ്റെ അഡ്മിന്മാരുടെ നാമത്തിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും എനിക്ക് നന്ദി പറയേണ്ടതായിട്ട് പ്രത്യേക ചില സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർമ്മിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ആശംസകൾ അറിയിച്ച അനേക സഹോദരങ്ങളുണ്ട്. എൻ്റെ പ്രിയരെ, ഫോൺ കോൾ മൂലമായിട്ടും മെസ്സേജുകൾ അയച്ചും ഒക്കെ അനേകർ ആശംസകൾ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് അയച്ചു തന്ന നമ്മുടെ ചാനല് പ്രിയ കർത്തദാസി സിസ്റ്റർ റീന റോബിൻസ് ഫ്രം ട്രിവാൻഡ്രം, സിസ്റ്റർ സിൽവിയ ജെയ്സൺ ഫ്രം കട്ടപ്പന, പ്രിയ കർത്തദാസിമാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ ചില പേജുകൾ, ഗ്രൂപ്പുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ആശംസകൾ അറിയിച്ചിരുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം പേജിൽ നിന്നും ഡയറക്ടർ ബ്രദർ സാജു ജോർജ് കുട്ടി ഫ്രം കൊല്ലം, പ്രിയ ബ്രദറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ വിഷൻസ് ഓഫ് ഗോഡ് മിനിസ്ട്രിയിൽ നിന്നും പാസ്റ്റർ ഐസക്, അതുപോലെ തന്നെ കർത്തദാസി സിസ്റ്റർ ഷിജി ഐസക്, ഇവരുടെ 2 പേരുടെയും അനുഗ്രഹിക്കപ്പെട്ട ആശംസകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം റോസ് ഫാമിലിയുടെ നാമത്തിലുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ റോഡിൽ നിന്നും എൻ്റെ പേർ അതിൽ പ്രിയ சிஸ்டர் ரஜினா சிஸ்டர் அவங்களுக்கு என்னோட மனமார்ந்த நன்றி நான் தெரிவித்துக் கொள்கிறேன். கர்த்தர் உங்களை அனைவரையும் உங்களை ஆசீர்வதிப்பாராக. அதே போல சிஸ்டர் பேபிக்குட்டி பிலிப் ஃப்ரம் ஈரோடு, பிரியா சிஸ்டருக்கும் என்னோட மனமார்ந்த நன்றி நான் தெரிவித்துக் கொள்கிறேன். கர்த்தர் உங்களை ஆசீர்வதிப்பாராக. அதே போல തന്നെ என்னுடைய വിലപ്പെട്ട എന്നോട് സഹോദരങ്ങൾ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും എന്നോട് ചില സഹോദരങ്ങൾ ആശംസകൾ അറിയിച്ചിരുന്നു. പ്രിയ സിസ്റ്റർ റൂബി രാജൻ ഫ്രം മധ്യപ്രദേശ്, അതുപോലെ തന്നെ എലിസബത്ത് ജോർജ് സിസ്റ്ററിനെ എനിക്ക് ചോദിക്കാൻ കഴിയാതെ പോയി. അതുപോലെ തന്നെ സിസ്റ്റർ ഷീഫ സജി, അതുപോലെ തന്നെ കർത്തദാസൻ പാസ്റ്റർ CM ജോയ് ഫ്രം ചാത്തന്നൂർ, പ്രിയ കർത്തദാസൻ വേദകാകളും മാഗസിന്റെ എഡിറ്റർ കൂടെയാണ്. കർത്തദാസനെ അനുഗ്രഹിക്കപ്പെട്ട ആശംസകൾ നമ്മൾക്ക് കേൾക്കുവാനും നടത്തിക്കൊണ്ട് പോകുന്ന നട്ടൽ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അഡ്മിൻസാണ്. അവർക്ക് ഞാൻ
താങ്ക്സ് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അവരാണല്ലോ എന്റെ ഈ പേജിനെ നടത്തുന്നത്, എന്റെ ഗ്രൂപ്പിനെ, എന്റെ ശുശ്രൂഷകളെ ഒക്കെ ടോട്ടലി അവരാണ് മാനേജ് ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ അതിന്റെ പുറകിൽ ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു ഉപകരണം എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ എല്ലാ ശുശ്രൂഷകളിലും എന്നെ മുൻപോട്ട് നയിക്കുന്നത് എന്റെ അഡ്മിന്മാർ മാത്രമാണ്. അപ്പോൾ ഞാൻ അവരെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അഡ്മിന്മാർ ഓൺലൈൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞിരിക്കണം. അപ്പോഴാണ് ഓഡിയൻസിന് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്തൃദാസി സിസ്റ്റർ ഷിനു സിംസൺ ഫ്രം റാന്നി, പ്രിയ കർത്തൃദാസി തന്നെയാണ് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ ഓൾ എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നതും ശുശ്രൂഷയെ ഏറ്റവും അധികം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു 1-ാം നമ്പർ പങ്ക് വഹിക്കുന്ന പ്രിയ കർത്തൃദാസിക്ക് എന്റെ മനമാർന്ന, എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ സിസ്റ്റർ ലിനു ജോർജ് ഫ്രം തെലങ്കാന, പ്രിയ സിസ്റ്ററിന് എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം എന്റെ എല്ലാ ലൈവിലും ആരംഭം മുതൽ അവസാനം വരെ ആ ലൈവിനെ ഏറ്റവും ഭംഗിയായിട്ട് കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ആ ലൈവിൽ എത്രമാത്രം അതിനെ ഭംഗിയാക്കുവാൻ കഴിയുമോ അത്രമാത്രം ഭംഗിയാക്കുന്ന എന്റെ സഹോദരി പ്രിയ ലിനു ജോർജിന് എന്റെ പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബ്രദർ ബിനോയ് ഇടുക്കി, പ്രിയ സഹോദരന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ലൈവിലും ശരി, എന്റെ വാട്സപ്പ് കൂട്ടായ്മയിലും ഇവരൊക്കെ മുഖ്യ പങ്കുകൾ വഹിക്കുന്നു എന്നത് ഞാൻ അറിയിക്കുന്നു. ബിനോയ് ബ്രദറെ എന്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ സിസ്റ്റർ വയലറ്റ് ഫ്രം വയനാട്, പ്രിയ സിസ്റ്ററിന്റെയും ഒരു വലിയ പങ്ക് റോസ് ഫാമിലിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എഡിറ്റിംഗ് വർക്കിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷകളിലൊക്കെ എല്ലാ ലൈവിലും കടന്നു വരികയും ശുശ്രൂഷകളെ മാനിക്കുകയും ചെയ്യുന്ന പ്രിയ സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ സഹോദരി, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റർ സാലി എഡ്വേർഡ് ഫ്രം പാലക്കാട്, എന്റെ പ്രിയപ്പെട്ട സാലി സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഗ്രൂപ്പിലെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഇവരുടെ കയ്യില എന്ന് വേണം പറയാൻ. എല്ലാ ദിവസങ്ങളിലും രാവിലെ സമയം പ്രഭാതത്തിൽ 4:30 മണിക്ക് എഴുന്നേറ്റ് പ്രയറിടുകയും അനേകർക്ക് വേണ്ടി കണ്ണീരോടുകൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് സാലി സിസ്റ്റർ എന്ന് എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം മിക്കവാറും ഞങ്ങൾ ഫോണിൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയുമാണത് എന്ന് ഞാൻ അറിയിക്കുന്നു. സാലി സിസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയും, അവർക്കൂടെ താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്റെ പ്രിയരെ, എന്റെ എല്ലാ ലൈവുകളിലും നിങ്ങളൊക്കെയും കടന്നു വന്ന് ആ ലൈവിൽ ആരംഭം മുതൽ അവസാനം വരെ പങ്കുചേരുന്ന അനേക ദൈവദാസന്മാരുണ്ട്, എനിക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. ആ ദൈവദാസന്മാരുണ്ട്, അനേക കർത്തൃദാസിമാരുണ്ട്. അതുപോലെ തന്നെ മാന്യ പ്രേക്ഷകർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നന്ദി അറിയിച്ചുകൊണ്ട് ചെറിയൊരു ആലോചനയിലേക്ക് ഇപ്പോൾ സമയം 4:30 മണിയോട് അടുക്കുന്നു. ഒരു ചെറിയൊരു ചിന്ത നിങ്ങളോട് ഞാൻ പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, 2024 ആണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ ഒക്കെയും വന്നെത്തിയിരിക്കുകയാണ് അല്ലെ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരംഭം മുതൽ അവസാനം വരെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അനേക സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ദുഃഖങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപകടം നമുക്ക് വരാമായിരുന്നു, രോഗം വരാമായിരുന്നു, ദുഃഖങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, മരണം ഒക്കെ നമുക്ക് വരാമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവം നമ്മളെ കാത്ത് സൂക്ഷിച്ചു. ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രിയ ദൈവമക്കളെ, ആകയാൽ മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അല്പമായി നമുക്കൊന്ന് ചിന്തിച്ച്, വളരെ പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് കടന്നു പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ചെയ്യുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, പലവിധമാകുന്ന വിഷയങ്ങളിൽ തകർന്നു പോയവരാ നാമൊക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മുറിവുകൾ, വേദനകൾ കാരണം തകർന്നു പോയവരാ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോടാണ് ഇന്നത്തെ ആലോചന. സങ്കീർത്തനം 147 3 വാക്യം ഇങ്ങനെ പറയുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. 2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ 4 വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് യഹോവ യെരൂശലേമിനെ പണിയുന്നു. യഹോവ യെരൂശലേമിനെ പണിയുന്നു, ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ മുറിവുകളെ കെട്ടുന്നു. പ്രിയ ദൈവ പൈതലേ, ഒന്നാമതായി യഹോവ യെരൂശലേമിനെ പണിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവം ചിലതിനെ പണിയുന്നതായി നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ മെസ്സേജ് ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ പുതുവർഷത്തേക്കും നിങ്ങൾക്കുള്ള ആത്മീക മന്ന വചനത്തിലൂടെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുവാൻ ഹാലടി ഇടയായി തീരും. ആകയാൽ ആരും ഓൺലൈൻ വിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ദൈവം ചിലതിനെ പണിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയരെ, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവം ചിലതിനെ ഇറങ്ങി വന്ന് പണിയുന്നത് കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തെ അഥവാ 10 കൽപ്പനകളെ സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് നൽകുമ്പോൾ ദൈവം പണിത കൽപ്പനയ്ക്കകത്ത് വെച്ച് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എഴുതി കൊടുത്തു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ വിരൽ സ്പർശനം തൊട്ടാൽ ദൈവത്തിന്റെ കൈപ്പണിയെ മനുഷ്യനുമായി കണക്ട് ചെയ്യുകയാണ് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം എന്തിനെയൊക്കെയാണ് പണിയുന്നത്? ഇന്ന് ഈ വൈകിവേളയിൽ നാം ചിന്തിക്കേണ്ടത് കാര്യം, ദൈവം എന്തൊക്കെയാണ് പണിയുന്നത്? സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ വീട് പണിയും. ഓ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. യഹോവ വീട് പണിയും. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും, അവന് സ്ഥിരമായൊരു ഭവനം പണിയും. പ്രൈസ് ദി ലോർഡ്. അവന് സ്ഥിരമായൊരു ഭവനം പണിയും. പിന്നീട് അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? തന്റെ രാജാവിന് ഒരു ഭവനം പണിയും. തന്റെ രാജാവിന് ഒരു ഭവനം പണിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തിനു വേണ്ടി വീട് പണിയും. പ്രിയരെ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ പൊളിക്കാൻ അല്ല എന്റെ പ്രിയരെ ദൈവം പണിയുമെന്നാ പറഞ്ഞത്. വീട് തകർക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ചില ശത്രു നിന്നെ നോക്കി വിളിച്ചു പറയും, നിന്നെ നശിപ്പിച്ചു കളയും, നിന്നെ തകർത്ത് കളയും, നിന്നെ പൊളിച്ചടുക്കാതെ ഞാൻ മാറത്തില്ല എന്ന് പറയും. പക്ഷേ അവനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ മനസ്സിലാക്കണം. കാരണം ഹല്ലേലൂയ, ദൈവം നിന്നെ പണിതെടുക്കാനാ ഒരുങ്ങുന്നത്. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം നിന്നെ പണിതെടുക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 69 വരുമ്പോൾ ദൈവം പട്ടണങ്ങളെ പണിയും. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം പട്ടണങ്ങളെ പണിയും, യഹൂദന്റെ നഗരങ്ങളെ പണിയും. സാമ്പത്തിക മേഖല സകലതും നഷ്ടപ്പെട്ട് എന്ന് ചിന്തിക്കുന്ന സഹോദര, നിന്റെ സാമ്പത്തിക മേഖലയെ ദൈവത്തിന് പണിയുവാൻ സമയം വേണ്ട, അല്പം പോലും സമയം വേണ്ട. കർത്താവ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകും. നിന്റെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയുണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ വൈദ്യനെ, നിന്റെ പ്രൊഫഷനിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ദൈവത്തിനും ഹാലലിയ നിന്നെ പണിതെടുക്കുവാൻ കഴിയും. പ്രിയരെ, ഇസ്രായേൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: കർത്താവേ, നീ യെരൂശലേമിന്റെ മതിലുകളെ
പണിയണമേ കർത്താവേ, നീ യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്ന് പറഞ്ഞാൽ തന്റെ ജനത്തെ സംരക്ഷിക്കണമേ എന്നാണ് എന്റെ പ്രിയരെ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. മതിലുകളെ പണിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? പത്രോസിനോട് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ സാമ്പത്തിക മേഖലയെ, നിന്റെ സഭയെ കർത്താവ് പണിയും എന്നാണ് ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അതിന് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. പ്രൈസ് ദി ലോർഡ്. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. അടുത്ത ഭാഗത്തിൽ എന്താ പറയുന്നറിയാമോ പ്രിയരെ? ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ പറയുന്നത്, അതിന്റെ ശൂന്യ സിസ്റ്റങ്ങളെ ഞാൻ പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ശൂന്യ സിസ്റ്റങ്ങളെ ഞാൻ പണിയും. നമുക്കറിയാം ബാബിലോണിയ രാജാവായിരുന്ന നെബൂഖദ്നേസർ ഇരുമ്പ് രഥങ്ങളെ കൊണ്ടുവന്ന കലപ്പയ്ക്ക് ഉഴുതു മറിച്ച് പ്രിയരെ ഒരിക്കലും ഇനിയും യഥാസ്ഥാനപ്പെടത്തില്ല എന്ന് പറഞ്ഞ, എന്നാൽ യെരൂശലേമിനെ ദൈവം എന്ത് ചെയ്തു? പണിതെടുത്തു. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിനെ ദൈവം പണിതെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പേർഷ്യൻ രാജാവ് സൈറസിനെയും പ്രവാചകനായ സെക്കറിയാവിനെയും ദേശാധിപതിയായ സെരുബാബേലിനെയും ശാസ്ത്രിയായ എസ്രയെയും മനസ്സ് ഉണർത്തി ഇടിഞ്ഞു കിടന്ന യെരൂശലേമിന്റെ മണ്ണിലേക്ക് മടക്കി വരുത്തി കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ ഏത് ഭാഗത്ത് നീ ഇടിഞ്ഞു പോയോ, നിന്റെ അവിടെ കർത്താവ് ഹല്ലേലൂയ പണിതെടുക്കുന്ന ഒരു ദൈവമാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മുമ്പ് ഉണ്ടായിരുന്നതിനെവിടെ? ഹല്ലേലൂയ. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും മഹത്വമേറിയ നഗരത്തെയും ആലയത്തെയും ദൈവം പണിയുമ്പോൾ എന്റെ പ്രിയരെ, ലോകത്തിന്റെ മുൻപിൽ ഒരു ചാലഞ്ച് ദൈവം വെക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ? മനുഷ്യൻ പൊളിച്ചു കളഞ്ഞതിനെ ദൈവം പണിയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പൊളിച്ചു കളഞ്ഞതിനെ ഞാൻ പണിയും എന്ന കർത്താവ് ഒരു ചാലഞ്ച് വിടുക. കുഞ്ഞേ, ഹല്ലേലൂയ, നീ തളർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ പണിതുയർത്തും. നീ നഷ്ടമായി എന്ന്, നിനക്ക് സകലതും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. നിനക്ക് എന്തെല്ലാം നഷ്ടമായോ ഇരട്ടിയായി ദൈവം നിനക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവം നിന്നെ പണിയും. ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്, എന്റെ കർത്താവ് എന്നെ പണിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? എന്റെ കർത്താവ് എന്നെ പണിയും. എന്റെ കുടുംബത്തെ പണിയും, എന്റെ കുഞ്ഞുങ്ങളെ പണിയും, എന്റെ സാമ്പത്തിക മേഖലയെ എന്റെ കർത്താവ് പണിയുന്ന ഒരു ദിവസമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളില്ലെന്നേ. എന്റെ കർത്താവ് മനസ്സ് വെച്ചാൽ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നിന്നെ ദൈവം പണിയുന്ന ദൈവമാണ്. നിന്റെ അവകാശത്തിലേക്ക് നിന്നെ കാല് കുത്തിക്കത്തില്ല എന്ന ശത്രു വെല്ലുവിളിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ, നീ അറിഞ്ഞുകൊള്ളുക, ദൈവം തന്റെ വൃഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, തിരുവെടുത്ത് പറയുന്ന എന്താണെന്നറിയാമോ? തകർന്ന മനസ്സിനെ ആർക്കും സഹിക്കാൻ വയ്യ. ഒരു കഷ്ടം വരട്ടെ, ഒരു പ്രയാസം വരട്ടെ, ഈ കൂട്ടുകാരെല്ലാം വിട്ടിട്ട് പോകും. നമുക്കൊരു കഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈനാൻഷ്യൽ നമുക്ക് സന്തോഷമുണ്ടാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ജോലിയിലാകട്ടെ, സാമ്പത്തിക മേഖലയിൽ നമുക്ക് ഉന്നതി ഉണ്ടാകട്ടെ. അയ്യോ, കാലത്തും വൈകിട്ടും നമുക്ക് ഫോണാ. പിന്നെ നമ്മളെ അങ്ങ് വിളിച്ചോണ്ടിരിക്കും. അയ്യോ, ആന്റി എവിടാ, ആന്റി എവിടാ, ബസ്സിലാണോ, വണ്ടിയിലാണോ,
വന്നോ ചെന്നോ എന്തൊക്കെയാ. എന്നാൽ നമുക്കൊരു കഷ്ടം വരട്ടെ, നമ്മളെ ആരും കാണത്തില്ല, നമ്മളോട് സംസാരിക്കാൻ, നമ്മളോടൊന്ന് ഒരു സമാധാന വാക്ക് പറയാൻ പോലും നമുക്കാരും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ദൈവം സൗഖ്യം തരുന്ന ഒരു പകലും കൂടെയാണെന്ന് നാം അറിഞ്ഞുകൊള്ളണം. സകല മുറിവുകളെയും അവൻ കെട്ടുന്ന ദൈവമാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ ദൈവത്തിന് സകല മുറിവുകളും കെട്ടുവാൻ കഴിയും? ഒന്ന് വിശ്വസിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, മുറിവുകൾ കെട്ടപ്പെട്ടില്ല എങ്കിൽ അത് ഡേഞ്ചറസ് സിറ്റുവേഷനിൽ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, 2024 ആണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. മനസ്സ് നിറയെ മുറിവുകളും വേദനയും വെച്ചുകൊണ്ട് ആരും പ്രാർത്ഥിക്കാൻ കടന്നു പോകരുത്. ആരോടെങ്കിലും മുറിവുണ്ടെങ്കിൽ, ആരോടെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അവരെ വിളിച്ച് അവരോട് നീ നിരപ്പായിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. മുറിവ് വെച്ചുകൊണ്ട് നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനോ നിനക്കൊരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അത് ഈ മുറിവുണ്ടാക്കുന്നത് പൈശാചിക തന്ത്രമാ കേട്ടോ. മുറിവുകൾ ഉണ്ടാക്കുന്നത് അത് പൈശാചിക തന്ത്രമാണ്. ചിലർ എന്താണെന്നറിയാമോ, അവർക്ക് ചിലതൊക്കെ മറക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറക്കാൻ കഴിയത്തില്ല. അവർ പറയുന്നത് എന്താറിയാമോ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യത്തില്ല, ഞാൻ ഒരു പ്രയാസം ആർക്കും ഉണ്ടാക്കത്തില്ല, പക്ഷെ എനിക്ക് മറക്കാൻ വയ്യ, എനിക്ക് മറക്കാൻ വയ്യ, അതെന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകത്തേ ഇല്ല. ചിലർ പറയുന്നത് അങ്ങനെ, അവർക്ക് മറക്കാൻ കഴിയത്തില്ല. മുറിവ് അത് മുറിവ് ആഴമായി കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർ പറയും, എനിക്കൊന്നില്ല, എനിക്ക് ആരോടും വിദ്വേഷവും ഇല്ല, എനിക്ക് ആരോടും ഒരു പ്രയാസവും ഇല്ല, എനിക്ക് ആരോടും ഒരു ദുഃഖവും ഇല്ല എന്ന് പറയുന്ന പലരെയും കാണുവാൻ കഴിയും. സഹോദരനെ, സഹോദരിയെ, ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരല്പമെങ്കിലും മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരപ്പ് പ്രാപിക്കുവാനും മനസ്സൊരുക്കമുള്ളവരായി മാറണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ വർഷം നന്മയുടെ, അനുഗ്രഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സന്തോഷത്തിന്റെ ദിനങ്ങളായി മാറട്ടെ പ്രിയരെ. ആരോട് ഒരു മുറിവും നമുക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുറിവുകളെ ഉണ്ടാക്കുന്നത്, ഹല്ലേലൂയ, അത് പൈശാചിക തന്ത്രമാണെന്നുള്ളത് ഇന്ന് പകൽക്കാലം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ വാക്കുകൾ കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കും, ചിലരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കും. അതേപോലെ ദൈവമക്കളെ, ആകസ്മികമായ സംഭവങ്ങളാൽ മുറിവുകൾ ഏർപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു, ഇന്ന് തന്നെ നിന്റെ സകല വോട്ടുകളും ഹീൽ ചെയ്യപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുറിവ് ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യം എന്താണ്? അടുത്തിടെ നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുറിവ്, ഹല്ലേലൂയ, അതെ പ്രിയരെ, മുറിവുകൾ അത് ഹീലാകണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു. ഇവിടെ ഒരു രാജാവിനെ കുറിച്ചാണ് പ്രിയരെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ്. അടുത്ത ഭാഗത്ത് വ്യക്തമാക്കുന്നത് എന്താണെന്നറിയാമോ, മുറിവേറ്റവന് പടയിൽ തുടരുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, അതായത് മുറിവേറ്റവന് പടയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രിയരെ, ജീവിതത്തിൽ പിശാചും മനുഷ്യനും ചില മുറിവുകൾ ഉണ്ടാക്കുന്നതിന് പിൻപിൽ അവനൊരു വലിയ പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ആത്മീകമായി മുന്നോട്ട് വിടുകയില്ല എന്ന ശത്രുവായി ചില പദ്ധതികളൊക്കെ ഇങ്ങനെ ഇണക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ, നീ വീണു പോകരുത്, നീ വീണു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില മുറിവുകളെ പിശാച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാ. അത് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാനായിട്ട് പിശാച് കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതിയാ, വലിയൊരു തന്ത്രമാത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയരേ, ഇവിടെ വചനം വ്യക്തമാക്കുന്നത്, ഹല്ലേലൂയ, മുറിവേറ്റവൻ പടയിൽ മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ നിന്ന്
പണി നടക്കത്തില്ല. കുഞ്ഞേ, നീ സഭയ്ക്കകത്ത് നിന്നാൽ പിശാചിന്റെ പണി നടക്കത്തില്ല. നീ ശുശ്രൂഷയ്ക്കകത്ത് നിന്നാൽ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ അതായത് പിശാചിന്റെ പണി നടക്കത്തില്ല. ചിലര് ഞാനിത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർത്തു പോകുകയാണ്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് അനേക ദൈവദാസന്മാർ ചേർന്ന ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. തലയെ കൈവച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. ഒരുപാട് പേര് ചേർന്ന് പ്രാർത്ഥിക്കുക. അനേക ദൈവദാസന്മാരുടെ ഒരു ഭവനമാണ്, നിറയെ ദൈവദാസന്മാരാ. പക്ഷേ ആ പിശാച് ബാധിച്ച സ്ത്രീയെ അല്ലെങ്കിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ തലയെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയ സ്ത്രീയോട് ചോദിക്കുക, എല്ലാരും പ്രാർത്ഥിക്കുന്നവർ ചോദിക്കുക, നീ ആരാ, നീ എവിടുന്ന് വന്നതാ, നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയരെ ആ സഹോദരി ഒന്നും വേണ്ടിയില്ല, ഒരക്ഷരവും മിണ്ടാതെ ഇരുന്നു. എന്നാൽ അവസാനം ആ സ്ത്രീ ഒരു ദൈവദാസനെ നോക്കി പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ ഇറന്നു വന്നതിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ യഥാർത്ഥ ദൈവദാസൻ, മറ്റതെല്ലാം കള്ളന്മാരായെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നും എനിക്കത് ഓർമ്മയിലുണ്ട്. അത് വലിയൊരു വർത്തമാനമായിരുന്നു എന്നത് വർത്തമാനമാക്കിയ ഒരു സംഭവം കൂടെയാണത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിൽ ഉള്ളത്തിനാഴം എങ്ങനെയാണെന്ന് പിശാചിന് നന്നായിട്ടറിയാം. പിശാച് കൊണ്ടുവരുന്ന തന്ത്രമാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. പിശാചിന് നിന്നെ നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചില മുറിവുകളെ പിശാചാണ് അവൻ ഉണ്ടാക്കുന്നത് എന്നത് നീ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതല്, ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മുറിവേറ്റവന് പടയിൽ നിൽക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മുറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ശുശ്രൂഷയിൽ ദൈവമക്കളെ ഉറപ്പിക്കുവാൻ കഴിയത്തില്ല. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഹൃദയം ശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവരുത്. മുറിവുകൾ ഇരുന്നാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നത് നാം അറിഞ്ഞുകൊള്ളണം. നിന്റെ ആ ദൗത്യത്തിൽ തുടരുവാൻ സാധിക്കാതെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ രാജാവ് സാരഥിയുടെ അടുക്കൽ പറയുന്നു, ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് കിറ്റ് ചെയ്യുകയാണ്, ഹല്ലേലൂയ, പിൻവാങ്ങി പോകുക എന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ മുറിവുകൾ കെട്ടപ്പെടുമ്പോൾ നീ പിന്തിരിഞ്ഞ ആ യുദ്ധ മുന്നണിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോയി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സകല മുറിവുകളും കെട്ടപ്പെടട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മുറിവുകളും കെട്ടപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അത് അഴിയട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആരുടെയും ഹൃദയത്തിനകത്തൊരു മുറിവ് ഉണ്ടാകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ ആ തൈലം, പ്രൈസ് ദി ലോർഡ്, ഇന്ന് അനേകരുടെ മുറിവുകളിലേക്ക് ഒഴുകാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആ ഗിലെയാദിലെ തൈലം പോലെ പരിശുദ്ധാത്മാവിന്റെ തൈല നദി നമ്മിലേക്ക് ഒഴുകി വരട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അത് പറയുമ്പോൾ ഒരു വേദഭാഗത്തു കൂടെ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഒരു ചരിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ശ്രദ്ധിക്കണം, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അവൻ എന്ത് ചെയ്തു? അകപ്പെട്ടു പോയി. ആ കള്ളന്മാർ അവന്റെ വസ്ത്രം അഴിച്ചു, മുറിവേൽപ്പിച്ചു. എന്നിട്ടോ അർത്ഥപ്രാണനായിട്ട് അവനെ വിട്ടേച്ചു പോയി. നോക്കണം ദൈവമക്കളെ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്, ഒന്നാമതായിട്ട് അവന്റെ വസ്ത്രം അവരടിച്ചു, 2 അവനെ മുറിവേൽപ്പിച്ചു, 3 അവനെ വിട്ടേച്ചു പോയി, അടുത്തതായിട്ട് അവനെ അർത്ഥപ്രാണനാക്കി കളഞ്ഞു. നോക്കണം ദൈവമക്കളെ, ഈ വ്യക്തിയോട് നമുക്കൊന്ന് ചോദിക്കാം, സഹോദര, എങ്ങനെയാണ് മുറിവേറ്റത് എന്ന് ചോദിച്ചാൽ ഈ വ്യക്തി നമ്മളോട് പറയും, നല്ല പ്രതീക്ഷയോടെ ഞാൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പ്രയാണം ചെയ്യുമ്പോൾ ചില കള്ളന്മാരുടെ നടുവിൽ ഞാൻ അകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് എനിക്ക് മുറിവേറ്റത് എന്ന് ആ വ്യക്തി പറയും. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടാൽ, ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ എന്താ സംഭവിക്കുന്ന അറിയാവോ? അവർ വസ്ത്രത്തെ പറിച്ചു കളയും.
പ്രൈസ് ദി ലോർഡ്. നിന്റെ മാന്യതയെ അവർ നശിപ്പിക്കും. ചില വ്യക്തികൾ ഈ വെളിയിലൊക്കെ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവര് ആരാണെന്നുള്ളതൊക്കെ അവർ മറന്നിട്ടാ ചില നേരം അവർ സംസാരിക്കുന്നത്. ജാതികളെ പോലെ ദൈവമക്കളും സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി തരാം. ദൈവ പൈതലെ, നീ ആയിരിക്കുന്ന മേഖലയിൽ നീ അതിനൊക്കെ ഒപ്പത്തിനൊപ്പം സംസാരിക്കാതെ പോയാൽ നിന്റെ മാന്യതയെ നിനക്ക് സൂക്ഷിക്കാം. അല്ലാത്ത പക്ഷം പിശാചാണവൻ, കള്ളന്മാർ നിന്റെ മാന്യതയെ നശിപ്പിച്ചും കളയും എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലെ, മാത്രമാണോ നിന്നെ അവൻ എന്ത് ചെയ്യുന്നറിയാം? ബ്ലോക്ക് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മുറിവുള്ള വ്യക്തിയാക്കി മാറ്റും. നിന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിരപ്പ് പ്രാപിക്കാൻ പോലും കഴിയത്തില്ല. എന്നിട്ടോ നിന്നെ അവരെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെയായി ലോകം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാ പുരോഹിതനും ലേവ്യനും ഒക്കെ പ്രൈസ് ദി ലോർഡ് തൊടാൻ കഴിയാത്ത ഇടത്തിൽ ദൈവം ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. ആ മനുഷ്യനെ, ആ വ്യക്തിയെ, ആ അർത്ഥപ്രാണനായി വിടച്ചു പോയ ആ സ്ഥാനത്ത് ഹല്ലേലൂയ കടന്നുപോയ ഒരു പുരോഹിതൻ കടന്നുപോയി. ആ വ്യക്തി ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ദൈവ പൈതലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ നമുക്കറിയാം ഒരു ശമര്യക്കാരൻ ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, ആത്മീക ലോകത്തെ ചിലരെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ച ഹല്ലേലൂയ ദൈവ പൈതലെ, ഇവർ കള്ളന്മാരെന്ന് അറിഞ്ഞില്ല അല്ലേ? ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ മുറിവിന്റെ കാരണം നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? നിന്റെ കൂട്ടുകെട്ട് ശരിയില്ല, നിന്റെ കൂട്ടുവിശ്വാസി ശരിയില്ല എന്ന് നീ അറിയുന്നില്ല അല്ലേ? ഹല്ലേലൂയ. നിനക്ക് ചുറ്റുമുള്ളവർ അവർ ശരിയില്ല എന്നത് നീ അറിഞ്ഞത് വളരെ വൈകിപ്പോയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചിലരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. അതാണ് നീ മുറിവേറ്റതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്താണെന്നറിയാമോ? നീ ചിലരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അവർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ കള്ളന്മാരായിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവർ കള്ളന്മാരായിരുന്നു. സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു നല്ല ശമര്യക്കാരൻ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ഒരു വാഹനത്തിൽ ഒരു ശമര്യക്കാരൻ ഇറങ്ങി വരുന്നു. തന്റെ കൈവശം എണ്ണയും വീഞ്ഞുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. താൻ ഇറങ്ങി വന്ന മനുഷ്യനെ കണ്ട് അവനെ താങ്ങി പിടിച്ച അവന്റെ മുറിവുകളെ എല്ലാം പ്രൈസ് ദി ലോർഡ് വീഞ്ഞും എണ്ണയും പകർന്നു കൊടുത്ത് അവന്റെ മുറിവുകളെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, എന്നിട്ടോ ഈ ശമര്യക്കാരൻ ചെയ്തത് തന്റെ വാഹനത്തിൽ ഈ വ്യക്തിയെ കയറ്റി. പ്രൈസ് ദി ലോർഡ്. ചെയ്തത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു സത്രത്തിൽ കൊണ്ടുപോയി ഈ വ്യക്തിയെ വിട്ടിട്ട്, ഹല്ലേലൂയ, സത്രത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് ദൈവ പൈതലെ, ആ സത്രമുടമയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? 2 വെള്ളിക്കാശ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോകുക. നിങ്ങൾ ഈ വ്യക്തിക്ക്, ഈ മനുഷ്യന് നിങ്ങൾ ഈ 2 വെള്ളിക്കാശിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ അത് തിരികെ തന്നുകൊള്ളാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആരായിരുന്നു ഈ ശമര്യക്കാരൻ? എന്തായിരുന്നു ഈ 2 വെള്ളിക്കാശ് എന്ന് ചിന്തിക്കുമ്പോൾ ഇത് വേദപുസ്തകത്തിൽ ഉള്ളതല്ല, അത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാ. ഈ 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ കയ്യിലുള്ള ഈ പുതിയ നിയമവും പഴയ നിയമവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 വെള്ളിക്കാശ് എന്ന് പറയുന്ന ഈ വേദപുസ്തകത്തിനകത്ത് നിന്നും ഉള്ളതല്ലാതെ ആരെങ്കിലും ഒരു വ്യക്തി ചിലവഴിച്ചാൽ എന്റെ കർത്താവ് മടങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് മടങ്ങി വരുമ്പോൾ നിനക്ക് ഹല്ലേലൂയ ഏറ്റ പ്രതിഫലം തരുന്ന ദൈവമാണ്. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുപ്പാൻ കർത്താവ് മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, നിന്റെ നഷ്ടങ്ങളെ മാറ്റിയെടുക്കുന്ന, നിന്റെ മുറിവുകളെ കെട്ടുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പൈതലേ നിന്നിലേക്ക് ഇറങ്ങി വരിക. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി, എത്ര പേർക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ദൈവ പൈതലേ, ചില കള്ളന്മാർ വരുത്തിയ മുറിവുകൾ, ചില ദുഷ്ടന്മാർ വരുത്തിയ മുറിവുകൾ, ചില തിന്മകൾ വരുത്തിയ മുറിവുകൾ, ചില തലമുറകളിൽ നിന്ന് വന്നുപോയ മുറിവുകൾ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരത്തിന്റെ തൈലം, എണ്ണ നിന്നെ ഹീൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടെ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും?
പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുന്നത് പ്രൈസ് ദി ലോർഡ്, പൗലോസിനെ ശീലാസിന്റെ അടുക്കൽ ഒരു നിരന്തരമായ ഒരു സ്ത്രീ കടന്നു വരുമായിരുന്നു. എന്നിട്ട് ഇവരെ പുകഴ്ത്തി പറയുന്നത് കാണുവാൻ കഴിയുന്നു. ഇവളിലുള്ള ഒരു ഭൂതത്തെ ഹല്ലേലൂയ പൗലോസ് ശാസിച്ചു എന്ന് അകറ്റിയെന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. എന്റെ പ്രിയരെ, അവളുടെ യജമാനന്മാർക്ക് ലാഭം പോയതെന്ന് അറിഞ്ഞുകൊണ്ട് അവർ പൗലോസിനെയും ശീലാസിനെയും എന്ത് ചെയ്യുന്നറിയാമോ, വലിച്ചിഴച്ചുകൊണ്ട് ചന്തസ്ഥലത്തേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റി കോലുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും അടിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ കാരാഗ്രഹത്തിലേക്ക് അടച്ചു. പ്രിയരെ, അവിടെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ രാത്രിയുടെ യാമം വന്നപ്പോൾ പ്രിയരെ, പൗലോസും ശീലാസും ഒന്ന് പാടി ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബന്ധനമെല്ലാം അഴിഞ്ഞു. പ്രിയരെ, അതിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, പൗലോസിനെയും ശീലാസിനെയും അവർക്ക് വലിയ മുറിവുകൾ ഉണ്ടായി എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസിനും ശീലാസിനും ഭയങ്കരമായ മുറിവേറ്റു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ മുറിവേറ്റതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, ഹല്ലേലൂയ, അവർ പറയും, പരിശുദ്ധാത്മ ശക്തിയാൽ ഞാൻ ഭൂതങ്ങളെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക അധികാരത്തോടെ ശുശ്രൂഷ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റ മുറിവാണിത് എന്ന് പൗലോസ് പറയും. പ്രിയരെ, ഞാൻ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിത്യതയിലെത്തുമ്പോൾ ആ മുറിപ്പാടുകൾ എന്റെ തേജസ്സിന്റെ നിത്യ ഘനമായിരിക്കും എന്ന് എത്ര പേർക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും? പറഞ്ഞാട്ടെ, ശുശ്രൂഷയുടെ മുറിവുകൾ, ഹല്ലേലൂയ, ജനത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ദേശത്തിൽ നിന്നൊക്കെ എന്റെ പ്രിയരെ മുറിവേറ്റവർ, ഹല്ലേലൂയ, അവരോട് നമുക്ക് ചോദിക്കാം, മുറിവിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, ദൈവത്തിനായി നിലകൊണ്ടതിൽ ഞാൻ ഏറ്റുവാങ്ങിയ മുറിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് പറയുമ്പോൾ എന്റെ ഒരു ചെറിയൊരു അനുഭവ സാക്ഷ്യം 1-2 മിനിറ്റിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങളുടെ ഡാഡിയോട് ചേർന്ന് ഞങ്ങൾ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെറുപ്പത്തിൽ ഞങ്ങൾ 3-ലും 4-ലും 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പോകുമായിരുന്നു. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞങ്ങൾ വസിക്കുന്ന കവലയിൽ ഞങ്ങൾ ഡാഡി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ആ ദേശത്തൊരു വലിയ മാന്യൻ അദ്ദേഹം മലയാളിൽ നീണ്ട വർഷങ്ങളോളം ജോലി ചെയ്ത നാട്ടിൽ വന്ന് വലിയ ബംഗ്ലാവും ഒക്കെ കെട്ടി അവർ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. എന്നാൽ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്ത് എന്താണെന്നറിയാമോ? ഓടി വന്ന ആ മൈക്ക് വലിച്ചു പറിച്ചിട്ട് അത് തള്ളിവിട്ടിട്ട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന്. നോക്കണം ദൈവമക്കളെ, എന്നാൽ എന്റെ ഡാഡി അതുകൊണ്ടൊന്ന് ഭയപ്പെടുന്ന ഒരു ദൈവദാസനല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാം? അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ മൈക്ക് വാങ്ങി അല്പം ഒന്ന് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, അടുത്തു നിന്ന് അതന്നെ അദ്ദേഹം അടുത്തേക്ക് എന്നിട്ട് വിളിച്ചു പറഞ്ഞു ജനത്തോട്, നാളെ ഇതേ സമയത്ത് ഇതേ കവലയിൽ തന്നെ ഇതേ പ്രസംഗം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ കടന്നു വന്നു. നോക്കണം ദൈവമക്കളെ, അടുത്ത ദിവസം അതേ ടൈമിൽ ബസ് റൂട്ടാണത്, ഭയങ്കര റഷുള്ള ഒരു ഏരിയ. അവിടെ ഞങ്ങള് 8 പേർ, നോഹയും കുടുംബം പോലെ 6 മക്കളും അപ്പനമ്മയും മൊത്തം 8 പേർ മാത്രം ഞങ്ങൾ ദൈവമക്കളെ ഞങ്ങൾ കവലയിൽ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു 10-12 പേർ നിറയെ കല്ലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ എറിയാനായിട്ട്. നോക്കണം ദൈവമക്കളെ, പ്രസംഗിച്ചാൽ മൈക്ക് വെച്ചാൽ എറിയുമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇരിക്കുക. എന്നാൽ ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കി എന്റെ പിതാവ് ഹല്ലേലൂയ നടു റോഡിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, കല്ലെറിയാൻ വന്നവർ എങ്ങോട്ട് പോയി എന്ന് ഞങ്ങൾക്കറിയില്ല. അവർ പിന്നീട് പറഞ്ഞ സാക്ഷ്യമുണ്ട്, ഓ ദൈവദാസനാണെന്ന് അറിഞ്ഞില്ല, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. ഹല്ലേലൂയ. നോക്കണം ദൈവമക്കളെ, വിശ്വാസത്തിന്റെ പേരിൽ
ക്രിസ്തീയ ജീവിതത്തിലുള്ള വേദനകൾ, മുറിവുകൾ ഹല്ലേലൂയ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. എന്റെ പ്രിയരെ, ഹല്ലേലൂയ എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല ഇടങ്ങളിൽ നിന്ദിക്കപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ അപമാനപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ യേശുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുവാൻ ധൈര്യസമേതം കുടുംബത്തോടുകൂടെ ഞങ്ങൾ 8 പേരും ഒരുമിച്ച് ഇറങ്ങിയവരാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ദേശത്തിന്റെ നാനാഭാഗത്ത് ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ 6 പേരുമുണ്ട്. 6 പേരും ദൈവസന്നിധിയിൽ തന്നെയാ. ഞങ്ങളുടെ പിതാവ് മാത്രമേ ഈ ലോകത്തിലില്ല. എന്നാൽ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ട് ഇന്ന് ഏകദേശം 8 വർഷം കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ഞങ്ങളുടെ പിതാവ് കാണിച്ച മാതൃകയിൽ ഇന്നും ഞങ്ങൾക്ക് തുടരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നു. വിട്ടുപോരട്ടെ പ്രിയ ദൈവ പൈതലേ. ആകയാൽ ഹല്ലേലൂയ എന്താണെന്നറിയാമോ? ദൈവത്തിനായി നിലകൊണ്ടതിൽ ഞാൻ ഏറ്റുവാങ്ങിയ മുറിവുകൾ എന്ന അവിടെ ഹല്ലേലൂയ പൗലോസിനും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ വേദനയിൽ അവർ പറയും. പ്രിയരെ, നമുക്കറിയാം പത്രോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ, അതായത് പത്രോസിന്റെ ജീവിതാന്ത്യത്തിൽ ഹല്ലേലൂയ പത്രോസിനെയും ഭാര്യയെയും ഒരുമിച്ച് പിടിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പത്രോസിന്റെ ഭാര്യയെ തന്റെ കൺമുൻപിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തിട്ട് ക്രൂസിൽ കയറ്റി എന്ന ഹല്ലേലൂയ ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വളരെയേറെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്റെ പ്രിയരെ, അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ പത്രോസിനെ പോലെ പ്രത്യാശയുണ്ടായിരുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ ആയിരുന്നു ഈ പത്രോസിന്റെ ഭാര്യ. അതില്ലേ പത്രോസിനെ പോലെ തന്നെ ക്രൂശിക്കപ്പെടുവാൻ അവൾ അല്ലെങ്കിൽ പത്രോസിന്റെ ഭാര്യ വിട്ടുകൊടുക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ തന്റെ ഭർത്താവിന്റെ മുൻപിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്ന ഒരു സാഹചര്യം ആ സഹോദരിയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിത പങ്കാളിയെ, പ്രാണസഖിയെ ക്രൂശിന്മേൽ കയറ്റി കൊല്ലുന്നത് ആ പത്രോസ് കാണുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, പത്രോസ് അറിഞ്ഞ ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, ദൈവം എന്നെ വിളിച്ചത് ശുശ്രൂഷയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായിട്ടാണ് വിളിച്ചത് എന്ന് പത്രോസ് ആത്മാർത്ഥതയോടുകൂടി പറയും. മുറിവുകളുടെ നടുവിലും ആമേൻ ഹല്ലേലൂയ അവനെ മഹത്വപ്പെടുത്തുവാനാണ് എന്റെ ദൈവം എന്നെ വിളിച്ചതെന്ന് പത്രോസ് പറയും. പ്രിയരെ, പത്രോസിനെ ക്രൂശിൽ കയറ്റുന്ന സമയം ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, എന്നെ കുറച്ചുകൂടെ കഠിനമായി എന്നെ ഹല്ലേലൂയ ക്രൂശിക്കണമേ എന്നാണ് പറഞ്ഞത്. ഒരൊട്ടും അധൈര്യത്തിന്റെ വാക്കുകളല്ല. ധൈര്യത്തോടെ പത്രോസ് പറഞ്ഞു, എന്റെ ഗുരുനാഥന്റെ തല മുകളിലേക്ക് വെച്ച് ക്രൂശിച്ചു എങ്കിൽ എന്റെ തല കീഴായി ക്രൂശിക്കണമേ എന്ന കഠിനമായി മരിക്കുന്ന ഒരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ തന്റെ തല കീഴായി ക്രൂശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ഒരു കാര്യം ആ സമയത്ത് പത്രോസ് ഓർത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എന്താണെന്നറിയാമോ? മരണം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. മരണം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ കർത്താവ് മുറിവുകളെ കെട്ടുന്നവനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. കൂട്ടം വെറുക്കട്ടെ, ദൈവമക്കളെ കൊല്ലം വെറുക്കട്ടെ, കൂട്ടുകാർ വെറുക്കട്ടെ, അധൈര്യപ്പെട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം നമ്മളെ കൈവിട്ടാലും, ആരെല്ലാം നമ്മളെ തള്ളി പറഞ്ഞാലും, സഹോദരനെ സഹോദരിയെ, ഹല്ലേലൂയ നമ്മുടെ മുറിവുകളെ കെട്ടുന്നവനാ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പഴയ ഒരു പാട്ടിന്റെ ഒരു ലൈൻ പാടി നമുക്ക് മുൻപോട്ട് പോകാം. 2 നിമിഷങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കൂട്ടം വെറുത്ത് കുലാവും വേറു തന്നെ, കൂട്ടുകാരും വെറുത്ത് എന്നാ കൂട്ടായി തീർന്നന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ എന്നാ കൂട്ടായി തീർന്നന്റെ സ്വർഗീയ സ്നേഹിതൻ
കഷ്ടകാലത്തും വിടാം. മാതാപിതാക്കന്മാരെന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്. എന്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നു യേശുവുണ്ട് എനിക്ക്. എന്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നു യേശുവുണ്ട് എനിക്ക്. എന്റെ ലാസ്റ്റ് ചരണം കൂടെ. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുമ്പിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അമ്പോട് കാക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അമ്പോട് കാക്കണമേ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, കൂട്ടും കുലവും ഗോത്രവും എല്ലാവരും നമ്മളെ വെറുത്തെന്നാലും പ്രൈസ് ലോർഡ്, നമ്മളെ വെറുക്കാത്ത ഒരു സ്നേഹനിധിയായ കർത്താവ്, നമ്മുടെ മുറിവുകളെ കെട്ടുന്നവൻ നമ്മളോട് കൂടെയുണ്ട്. ഏത് നിമിഷം നമ്മൾ വിളിച്ചാലും, അപ്പാ എന്ന് വിളിച്ചാലും ഓടി വരുന്നൊരു കർത്താവിന്റെ സ്നേഹം. ആ ദൈവത്തെ മറന്നു പോകരുതേ കുഞ്ഞെ. എത്ര പ്രതികൂലം വന്നാലും, എത്ര കഷ്ടങ്ങൾ വന്നാലും, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ആ സ്നേഹം നമ്മളുടെ കൂടെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും പാകപ്പിഴവുകൾ വന്നത് ദൈവം ശിക്ഷിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ തെറ്റുകൾ, കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിച്ചേക്കാം. കുഞ്ഞെ, കർത്താവിലേക്ക് മടങ്ങി വാ. യേശുവിന്റെ അരികിലേക്ക് ഓടി വാ. അവന്റെ കോപം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കോപം അത് അല്പ നിമിഷങ്ങളിലേക്കേ ഉള്ളൂ. അവന്റെ പ്രസാദ ജീവ പര്യന്തം ഉള്ളത് എന്ന ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണിനും ദയ തോന്നാതെ വണ്ണം എവിടെയോ വീണു പോയല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഒരു സ്നേഹക്കൊടിയായി, ഒരു സ്നേഹനിധിയായി യേശുവിന്റെ അരികിലേക്ക് നീ കടന്നു വരുമ്പോൾ കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച് മാർവോടണച്ച് നിന്റെ ഹൃദയത്തെ തൊട്ട് നിന്റെ മുറിവുകൾക്ക് പകരം നിനക്കൊരു അലങ്കാരം തരുവാൻ കർത്താവ് അതിൽ ഇറങ്ങി വരുന്നൊരു ദൈവമാ. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടെ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രിയ ദൈവ പൈതലേ, രട്ടിലും വെണ്ണീരിലും പകരം നിനക്കൊരു അലങ്കാരം എന്റെ കർത്താവ് തരുവാനിടയായി തരും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. എന്റെ പ്രിയരെ, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയ ആ വ്യക്തിയെ രക്ഷ ചെയ്യുവാൻ ഒരു നല്ല ശമരിയക്കാരൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയെ അവൻ തന്റെ വാഹനത്തിൽ കയറ്റി സത്രമുടയമയെ ഏൽപ്പിച്ചത് നാം കേട്ടുവല്ലോ. ദൈവമക്കളെ, 2 വെള്ളിക്കാശും കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനേക്കാൾ ലോകത്തിൽ ആരാ നമുക്ക് ചെയ്യുന്നത്? ഇതിനേക്കാൾ വലുത് എന്താണ് നമുക്ക് ചെയ്യുന്നത്? ആരും നമ്മളെ സഹായിക്കുകയില്ല, ആരും നമ്മളോട് കൂടെ ഉണ്ടാവത്തില്ല. പ്രിയ ദൈവ പൈതലേ, ആ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മളെ സമർപ്പിക്കാമോ? എന്തെങ്കിലും ഹല്ലേലൂയ, നാം നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ചിന്തകൾ കൊണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ മതിയെങ്കിൽ ഒരു ഫോൺ അടിച്ച് സഹോദരനെ എന്നോട് ക്ഷമിക്കണമേ, സഹോദരി എന്നോട് ക്ഷമിക്കണമേ, പുതിയ വർഷത്തിൽ സന്തോഷത്തോടുകൂടെ നമുക്ക് കാണപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് വിളിച്ചു പറയാം. ജസ്റ്റ് ഒരു ഫോൺ കോൾ. അല്ലത് നമുക്ക് നേരിൽ കാണാവുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് പറയണം, അമ്മച്ചി എന്നോട് ക്ഷമിക്കണം, അന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ മുറിവുകൾ
ഞങ്ങളെ നിരപ്പാക്കിക്കൊള്ളണമേ എന്ന ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ആ ശമര്യക്കാരൻ നമ്മുടെ കർത്താവ്, മറ്റാരുമല്ല, നമ്മുടെ കർത്താവാണ്. ആ കർത്താതി കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ ക്രിസ്മസ് ദിനങ്ങളെ കൊണ്ടാടുന്ന ദിനങ്ങൾ കൂടിയാണിത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഒരു കുട്ടി യേശുവായിട്ട്, ഒരു കുഞ്ഞേശു കുട്ടിയായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ കാണുവാൻ കഴിയത്തില്ല. കാരണം എൻ്റെ കർത്താവ് രാജാവായി വരാൻ പോകുന്നു. എത്ര പേർ മണവാട്ടി സഭയെ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് ആ മണവാളനെ വരവേൽക്കുവാനായിട്ട്. ഹല്ലേലൂയ. ആകയാൽ അവൻ നമ്മുടെ മുറിവുകളെ കട്ടുന്ന ദൈവമാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. പ്രിയരെ, 2 വർഷക്കാലം, ഈ കഴിഞ്ഞ 2 വർഷക്കാലം ആരും ഓൺലൈനിൽ നിന്ന് പോകരുത്. 2 വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കഷ്ടങ്ങൾ ഞാൻ ഫേസ് ചെയ്തു. എന്നാൽ ഈ ശുശ്രൂഷകളെയൊക്കെ മാനിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയെന്ന് വേണം പറയുവാൻ. റോസ് ഫാമിലി എന്ന ഈ പ്രയർ ഗ്രൂപ്പാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രയർ ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ എന്നോടൊപ്പം അനേക ഗ്രൂപ്പുകാർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അനേകം ഗ്രൂപ്പുകൾ തുടങ്ങി. പക്ഷേ ഇന്ന് അവരുടെ ഒന്നും ഗ്രൂപ്പിലൊന്നുമില്ല. എനിക്ക് അങ്ങനെ പറയുന്നു, 10 ഗ്രൂപ്പിന് മേലെ എനിക്ക് പറയാൻ കഴിയും. ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, ആയിരങ്ങൾക്കെന്ന് വേണം പറയുവാൻ, അനേകർക്ക് ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ഈ 2 വർഷം നമ്മുടെ പേജും നമ്മുടെ ഗ്രൂപ്പും ഒക്കെ ഹല്ലേലൂയ ദൈവം ഇടയാക്കി. ദൈവം അതിനുള്ള വഴികളെ ഒരുക്കി തന്നു. ദൈവം അതിനുള്ള സന്ദർഭങ്ങളെ ഒരുക്കി തന്നു. എൻ്റെ കർത്താവിന് കോടാനുകോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം പറയുവാൻ കർത്താവ് പറഞ്ഞിരിക്കുക. ആ വാക്കിൻപടി, ആ വാർത്തയിൻപടി ഹല്ലേലൂയ ദൈവ പൈതലേ, ഇന്നും ഓരോ ദിവസവും ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. നമ്മുടെ ലൈവിൽ വരുന്ന ദൈവദാസന്മാർ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. അവരൊക്കെ ഞാൻ ഈ സമയം ഓർക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, റോസ് ഫാമിലി എന്ന പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ച് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ അത് രണ്ടാമത് മറ്റൊരു പ്രയർ ഗ്രൂപ്പും കൂടെ, പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന വടിവത്തിൽ ഞാൻ 2ാമതൊരെണ്ണം കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതും സജീവമാണ്. അതിന് മുൻപായിട്ട് ഞാൻ പേജ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിൽ തന്നെ 3 ശുശ്രൂഷകൾ, 3 ലൈവുള്ള 3 ശുശ്രൂഷകൾ നടന്നു വരുന്നു എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കർത്താവിന്റെ കൃപയാണ് പ്രിയരെ. എൻ്റെ മെടുക്കോ എൻ്റെ കഴിവോ എനിക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. വലിയൊരു അറിവോ ജ്ഞാനമോ ഒന്നും എനിക്കില്ല പ്രിയരെ. നിങ്ങൾ കാണുന്ന പോലെയുള്ള കാഴ്ചയിലുള്ള ആളൊന്നും അല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം എന്നെ നടത്തി. ദൈവം എന്നെ ഇത്രത്തോളം വഴി നടത്തി. ദൈവത്തിന്റെ കൃപയല്ലാതെ എനിക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ മറ്റൊന്നും ഇല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതിനുശേഷമായി ഞാൻ ചിന്തിച്ചു, 2 യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഒരുപാട് ദൈവവചനങ്ങളൊക്കെ എനിക്ക് ഇടാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നത് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. പിന്നീട് ഇതിനു മുമ്പായിട്ട് 12 വർഷമായി നടത്തി വരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് റോസ് ഫാമിലിക്ക്. എൻ്റെ പ്രിയരെ, ഹല്ലേലൂയ, ഏലിയാവിനോട് പറഞ്ഞതുപോലെ, ഏലിയാവ് 7000 പേരെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ കർത്താവ് എൻ്റെ ഈ ഗ്രൂപ്പുകളും പേജുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപായി ഇതൊക്കെ 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. എന്നാൽ 12 വർഷം നാളെ ഈ ദിനത്തിൽ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ 12ാമത്തെ ഹല്ലേലൂയ സെലിബ്രേഷൻ കൂടെയാണ് എന്നത് സന്തോഷത്തോട് പറയട്ടെ. എൻ്റെ അഡ്മിന്മാരെല്ലാം ഒരു ആമേൻ പറഞ്ഞ് ഈ സമയം എല്ലാവരും ഇരിക്കുന്ന അഡ്മിന്മാരെല്ലാവരും ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഈ 12 വർഷക്കാലം എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കർത്താവ് നടത്തി. ഇന്ത്യക്ക് പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ 24 hours വരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. 1 അല്ല 2 ഗ്രൂപ്പ് എനിക്കുണ്ട് എന്നത് ഞാൻ സന്തോഷത്തോടുകൂടി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ. എനിക്ക് അതിനേക്കാൾ ഉപരിയായി ഞാൻ ഫേസ്ബുക്കിൽ റീൽസ് ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിലും ദൈവവചനം ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ കമന്റ്സുകളൊക്കെ ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ പ്രിയരെ. അതിലും ഹല്ലേലൂയ ഇൻസ്റ്റാഗ്രാമിലും, റോസ് ഫാമിലിയുടെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ആര് കാണുന്നില്ലയോ അതൊന്നും എനിക്ക് വിഷയമല്ല. 100 പ്രാവശ്യം ഇടുമ്പോൾ 1 പ്രാവശ്യമെങ്കിലും അവർ ശ്രദ്ധിക്കുമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, അനേകരിലേക്ക് ദൈവത്തിന്റെ വചനം ഒന്ന്
എത്തിപ്പെടട്ടെ. അനേക ഹൃദയങ്ങളോട് കർത്താവ് ഇടപെടട്ടെ. അനേക രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരട്ടെ എന്നുള്ള ഒരു ഒറ്റ വാഞ്ചയാണ് എന്റെ ഹൃദയത്തിലുള്ളത്. അതുപോലെ തന്നെ ദൈവമക്കളെ, മെസ്സഞ്ചറിൽ എനിക്ക് 4-5 ഗ്രൂപ്പ് ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഓരോ ഗ്രൂപ്പിലും എനിക്ക് സമയം പോരാ, ഇതെല്ലാം നടത്താനുള്ള സമയം എനിക്ക് പോരാ. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടം സഹിച്ച് ഒരു പ്രാവശ്യമെങ്കിലും എന്റെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഞാൻ ചെല്ലുന്നുണ്ട് എന്നത് ഞാൻ ഈ സമയം സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിനൊക്കെ ഉപരിയായി എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥതയോടുകൂടി പറയാൻ കഴിയും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഞാൻ ഇതിന്റെ ഒരു ചെറിയ ഒരു ഉപകരണം മാത്രമാണ്. എന്റെ എന്റെ എല്ലാ കാര്യങ്ങളുടെയും മുൻപിലും പിൻപിലുമുള്ളത് എന്റെ അഡ്മിന്മാരാണ്. ദൈവം വരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അഡ്മിന്മാരാണ് എന്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, എന്റെ ലൈവ് ആണെങ്കിലും ശരി, എന്റെ വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തമായി ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി. പിന്നെ പ്രത്യേകിച്ച് വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, വെളിയിൽ നിന്നും ഒക്കെ പ്രാർത്ഥനാ വിഷയം വരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഓൺലൈനിൽ കുറച്ച് പേരുണ്ടല്ലോ, ഞാൻ പറയട്ടെ, സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ സന്നദ്ധരാണ്. ഏത് നിമിഷവും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, ദൈവമക്കളെ, അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. നിങ്ങൾ ഓർക്കും വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതൊരു വാട്സപ്പ് കൂട്ടായ്മയായിട്ടല്ല, അങ്ങനെയല്ല. ഇതിൽ ഒരുപാട് ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ദൈവദാസന്മാരുടെ മെസ്സേജുകളുണ്ട്, അതുപോലെ പാട്ടുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചന ധ്യാനമുണ്ട്. ഞങ്ങൾ ബൈബിൾ കുറെ നാളുകളായി ഒരുമിച്ച് ഞങ്ങൾ വായിച്ചു വരികയാണ്. അതുപോലെ തന്നെ ബൈബിൾ ക്വിസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ദൈവമക്കളെ, ഞാൻ മുൻപോട്ട് വിടുകയാണ്. ഒരിത്തരും ആരും അനങ്ങാതിരിക്കാൻ ഞാൻ സമ്മതിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, എന്റെ സംസാരം കാണുമ്പോൾ, എന്റെ ഈ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ ഈ സിസ്റ്റർ ഇങ്ങനെയൊക്കെയാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയരെ, എന്റെ കൂട്ടായ്മയിൽ ഇങ്ങനെ തന്നെയാ. അനങ്ങാതിരിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഞാൻ മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു പതിവ് എന്റെ ഒരു പ്രത്യേക രീതിയാണ് എന്റെ രീതി എന്ന് പറയുന്നത് തന്നെ. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇത്രയും ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്തെടുക്കുകയാണ്. ദിനംതോറും ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത് തന്നെയാ. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാം വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും റോസ് ഫാമിലിയുടെ ടൈമും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ലൈവ് എന്ന് പറയുന്നത്, ലൈവിൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ലൈവ് ഈവനിങ് ടൈം 5 o'clock ആണ് ലൈവിന്റെ ഒരു സമയം. ഈവനിങ് 9 o'clock ഞാനൊരു സമയം കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടൈമിൽ ഏതെങ്കിലും ഒരു സമയം ദൈവദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷകൾ കേൾക്കുന്നുണ്ട്. മുഴങ്ങി കേൾക്കാൻ നമുക്ക് നിങ്ങളും കൂടെ ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കുക, കടന്നു വരിക, ഒരുമിക്കാൻ. ദൈവമക്കളെ, കർത്താവ് വരാറായി, രാജാതി രാജാവ് വരാറായി. ആ രാജാവിനെ വരവേൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി കാത്തിരിക്കാം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അഡ്മിന്മാർ ടൈപ്പ് ചെയ്തിടുക, എന്തെങ്കിലും ഓർമ്മിക്കുക. നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടാൽ ഞാനത് ഓർമ്മിച്ച് പറയാം. അല്ലാത്ത പക്ഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ സാജു ബ്രദർ വന്നിട്ടുണ്ട്. ബ്രദറെ, പ്രത്യേക നന്ദി സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പേജിന് ഒരു നന്ദി പറഞ്ഞിരുന്നു. എങ്കിലും ബ്രദറിനെ ഇപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. എൻ്റെയും എൻ്റെ അഡ്മിന്മാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള പ്രത്യേക നന്ദി ദൈവത്തിൻ്റെ ന്യായപ്രമാണം പേജിനോട് ഉണ്ട് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ വിഷൻസ് ഓഫ് ഗോഡ് മിനിസ്ട്രിയിൽ നിന്ന് കർത്തദാസൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ പ്രത്യേക നന്ദി ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോടൊപ്പം എൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഇതര ഗ്രൂപ്പുകൾ, പേജുകൾ എനിക്ക് വളരെ സപ്പോർട്ടുകളാണ്. അതും ഞാൻ പറയട്ടെ. അങ്ങനെ എന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവരുടെ ഒക്കെ ശുശ്രൂഷകൾ നമ്മുടെ പേജിലും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ മനസ്സാലെ ഇടുന്നുണ്ട്. ഞാൻ ഒന്നും റിജക്റ്റ് ചെയ്യാറില്ല എന്നത് ഞാൻ അറിയിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും പോകാനുള്ളത് കർത്താവിൻ്റെ രാജ്യത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. ഓക്കെ, ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ കർത്താവേ, റോസ് ഫാമിലി FB പേജിന്റെ 2nd ആനുവൽ ഡേ സെലിബ്രേഷനിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം വചനവുമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ഓൺലൈൻ മാധ്യമത്തിൽ കടന്നു വന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ പേജിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ അഡ്മിന്മാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേജിലും ഗ്രൂപ്പുകളിലുമായിട്ടുള്ള എല്ലാ കർത്തദാസന്മാരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളുടെ
സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലി പേജിനോട് ബന്ധപ്പെടുന്ന, എപ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന ഞങ്ങളുടെ പേജുകളുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണം പേജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിഷൻസ് ഓഫ് ഗോഡ് മിനിസ്ട്രിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവരൊക്കെ ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കൃപയും കാരുണ്യവും കൂടെ ഇരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതുവരെയിലും ഞങ്ങളോടൊപ്പം 2 വർഷമായി ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. പക്ഷെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ പുതുതായി വന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ്, എല്ലാ ശുശ്രൂഷകളിലും ദൈവകൃപ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാളെ ഈ ദിനത്തിൽ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ 12ാമത്തെ ആഘോഷമാണ്, സെലിബ്രേഷൻ ആണ്. അതിലും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി സകല നന്മകളെ കൊണ്ട് നിറയ്ക്കണം. പ്രത്യേകിച്ച് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഇതുവരെയും ക്ഷമയോടുകൂടെ കാത്തിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെ എല്ലാ കൂട്ടായ്മയിൽ നിന്നും കടന്നു വന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു, അവസാനിപ്പിക്കുകയാണ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും റോസ് ഫാമിലിയിൽ ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. അല്ലാത്ത പക്ഷം പുതുവർഷത്തിൽ കാണാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെ പങ്കുചേരുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.